നമസ്കാരം. വിൻഡോസിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മലയാളികളായ നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യം വരാം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. വിൻഡോസിൽ വേറെ ആപ്പുകളൊന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതെ, വേറെ ആപ്പുകളുടെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മലയാളം ടൈപ്പിംഗ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിൻഡോസ് 10-ൽ മലയാളം കീബോർഡ് അല്ലെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. വിൻഡോസിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ടാസ്ക് ബാറിൽ വലതുവശത്തായിട്ട് നമുക്ക് ലാംഗ്വേജ് കീ കാണാം. ലാംഗ്വേജ് കീ ഇവിടെ ഇംഗ്ലീഷ് ആണ് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ENG എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന കീബോർഡ്സ് ഇപ്പോൾ ഇവിടെ കാണാം. ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US കീബോർഡ്, ഇംഗ്ലീഷ് ഇന്ത്യ കീബോർഡ്. ഇനി നമ്മൾ ഇതിലേക്ക് മലയാളം നമുക്ക് ആഡ് ചെയ്യണം. മലയാളം കീബോർഡ് നമുക്ക് ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനായിട്ട് വിൻഡോസിന്റെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകുകയാണ്. സെറ്റിംഗ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പല ഓപ്ഷൻസ് ഉണ്ട്. ടൈം ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പേജിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് ഇടതുവശത്തായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. ലാംഗ്വേജ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ, നമ്മുടെ വിൻഡോസിൽ പ്രിഫേർഡ് ലാംഗ്വേജസ് താഴത്തായിട്ട് ബോട്ടം ഭാഗത്തായിട്ട് നമുക്ക് പ്രിഫേർഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇതിൽ കിടക്കുന്ന പ്രിഫേർഡ് ലാംഗ്വേജസ് നമുക്ക് കാണാം. നേരത്തെ കണ്ട പോലെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇംഗ്ലീഷ് ഇന്ത്യ, ഈ രണ്ട് ലാംഗ്വേജസ് ആണ് പ്രിഫേർഡ് ലാംഗ്വേജസ് ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മലയാളം പുതിയതായിട്ട് ആഡ് ചെയ്യണം. അതിലൂടെ നമുക്ക് ആഡ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറെ ലാംഗ്വേജ് സജഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറെ ലാംഗ്വേജസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം മലയാളം നമുക്ക് ലാംഗ്വേജിന്റെ ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുകയാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു. ആ വിൻഡോയുടെ താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് നമ്മൾ വന്ന് അവിടെ ഇൻസ്റ്റാൾ ലാംഗ്വേജ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ലാംഗ്വേജ് ഫീച്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ആ വിൻഡോയുടെ താഴേക്ക് വന്ന് അവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇൻസ്റ്റാൾ എന്നും ക്യാൻസൽ എന്നും ഉണ്ട്. അതിൽ ഇൻസ്റ്റാൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് കാണാം മലയാളം ലാംഗ്വേജ് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇവിടെ ഓരോ ലാംഗ്വേജിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് എന്നും റിമൂവ് എന്നും ഓപ്ഷൻസ് വരും. ഇതിൽ മലയാളം ലാംഗ്വേജ് അതിന്റെ ആ ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് കീബോർഡ്സ് കാണാം. മലയാളം ഫോണറ്റിക് എന്നും മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്നും കാണാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെയിം തന്നെ കാണാം. മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്നും മലയാളം ഫോണറ്റിക് എന്നും കാണാം. അപ്പൊ ഞാനിവിടെ മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്യാണ്. കാരണം മലയാളം ഇൻസ്ക്രിപ്റ്റ് നമുക്ക് ഈ ഇംഗ്ലീഷ് കീബോർഡ്സിൽ ടൈപ്പ് ചെയ്യാനായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല, കൺവീനിയന്റ് അല്ല. അതുകൊണ്ട് ഞാൻ മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കീബോർഡ്, മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ലാംഗ്വേജ് ബാറിൽ രണ്ട് ഓപ്ഷൻസും വരും. അത് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. മലയാളം കീബോർഡ് നമുക്ക് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുകയാണ്. ടൈപ്പ് ചെയ്യേണ്ട ബ്രൗസർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡെസ്ക്ടോപ്പിലെ ടാസ്ക് ബാറിൽ ലാംഗ്വേജ് കീയുടെ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൂന്ന് ഓപ്ഷൻസ് ഇപ്പോൾ കാണാം. നമുക്കിവിടെ മൂന്ന് കീബോർഡ് നമുക്കിവിടെ കാണാം. US കീബോർഡ്, ഇംഗ്ലീഷ് ഇന്ത്യ കീബോർഡ്, മലയാളം ഫോണറ്റിക്. ആ മലയാളം ഫോണറ്റിക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളം ഫോണറ്റിക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ സെർച്ച് ബാറിലേക്ക് വന്ന് ടൈപ്പ് ചെയ്യുന്ന ബാറിലേക്ക് വന്ന് ടൈപ്പ് ചെയ്യുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. മംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ കണ്ടോ മലയാളത്തിന്റെ ധാരാളം സജഷൻസ് നമുക്ക് വരികയാണ്. അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം.
അതെ, ഇപ്പൊ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇനി നമുക്ക് അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യം വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. വേർഡിൽ നമുക്ക് മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കുകയാണ്. വേർഡ് ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലാംഗ്വേജ് ബാറിലേക്ക് വന്ന് അവിടുന്ന് നമുക്ക് മലയാളം ഫോണറ്റിക്, മലയാളം കീബോർഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാം. കാണുക, നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് സജഷൻസ് നമുക്കിവിടെ വരികയാണ്. അതിൽ നിന്നും നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് കിടക്കുന്നെങ്കിൽ, ഒന്നാമതായിട്ട് കിടക്കുന്നെങ്കിൽ നമ്മൾ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പേസ് ഇട്ട് അങ്ങ് പോയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ വന്നോളും. അല്ലെങ്കിൽ നമുക്ക് താഴെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിൻഡോസിൽ മലയാളം ലാംഗ്വേജ്, മലയാളം ടൈപ്പിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.